തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ഒരു സർപ്രൈസ് സന്ദർശനം നടത്തി തമിഴ്നാട് ദേവസ്വം മന്ത്രി. ക്ഷേത്രത്തിൽ ചില ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ഈ സന്ദർശനം. ക്ഷേത്രത്തിലെത്തിയ മന്ത്രിയെ തിരിച്ചറിയാതെ അദ്ദേഹത്തിൽ നിന്ന് 4000 രൂപ ക്ഷേത്ര ദർശനത്തിന് കൈക്കൂലി വാങ്ങി. കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ ഗൂഗിൾ പേ ആയാലും മതി എന്നായി പൂജാരിയുടെ നിലപാട്. ഒടുവിൽ മന്ത്രിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാപ്പൊക്കെ പറഞ്ഞെങ്കിലും കാര്യങ്ങൾ അതിൽ മാത്രം ഒതുങ്ങിയില്ല. അയ്യപ്പൻ അയ്യർ എന്ന പൂജാരിയെ സസ്പെൻഡ് ചെയ്തായിരുന്നു നടപടി സ്വീകരിച്ചത്. ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, ഒരു ക്ഷേത്രത്തിലെ അവസ്ഥ ചിലപ്പോൾ പലയിടങ്ങളിലും ഇതുപോലെ തന്നെയായിരിക്കും. നമ്മളിപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ദൈവത്തിന് എന്തിനാണ് പണമെന്ന്. ദൈവത്തിന് പണം ആവശ്യമില്ല, ഇത്തരത്തിലുള്ള കൈക്കൂലിക്കാർക്കാണ് അത് ആവശ്യം. ഇപ്പൊ അവിടെ മന്ത്രി ചെന്നതുകൊണ്ട് കൃത്യമായി അത് പിടികൂടാൻ സാധിച്ചു. അതിങ്ങനെ ക്രമക്കേടൊക്കെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവിടെ ചെന്നത്. ഇപ്പോൾ ഒരു സാധാരണക്കാരായിരുന്നെങ്കിൽ ആ 4000 രൂപ കൊടുത്ത് തൊഴുത് അവിടെ നിന്ന് പോകേണ്ട അവസ്ഥ വന്നതിന് എന്തായാലും കയ്യോടെ പിടികൂടാൻ സാധിച്ചു അല്ലേ? ഹിമ, തീർച്ചയായിട്ടും നമ്മൾ ഈ കേരളത്തിന് പുറത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയാൽ, അമ്പലം എന്നല്ല പല ദേവാലയങ്ങളിൽ പോയാൽ വലിയ തിരക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഈ തിരക്കില്ലാതെ ദർശനം നടത്താൻ അവിടുത്തെ ജീവനക്കാർ പലപ്പോഴും പണം ആവശ്യപ്പെടുന്ന കാഴ്ച പതിവാണ്. നമ്മൾ ഈ പൊതുവിൽ പറയും ദൈവത്തിന് പണം ആവശ്യമില്ല, പിന്നെ എന്തിനാണത് ക്ഷേത്രത്തിൽ പോയി കാണിക്കയിടുന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനത്തിന് പണം ആവശ്യമാണ്. പക്ഷേ അവിടുത്തെ ജീവനക്കാർക്ക് കൈക്കൂലി കൊടുക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. ഇങ്ങനെ നിരവധി പരാതികൾ പലയിടത്തുനിന്ന് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് TV-ക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ജനങ്ങളിൽ നിന്ന് വ്യാപകമായിട്ട് എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ അവർ ചോദിച്ചിരുന്നു. അതിലൊന്നായിരുന്നു ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഇങ്ങനെ പണം ആവശ്യപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം. ഏതായാലും ഇത് ഒന്ന് പരിശോധിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് അവിടുത്തെ HRC വകുപ്പ് മന്ത്രിയായിട്ടുള്ള S. രമേശ്, അതായത് ദേവസ്വം വകുപ്പ് മന്ത്രി രമേശ് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലേക്ക് പോയി. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ കണ്ടാൽ ഒരു മന്ത്രി അന്നൊന്നു പോലും നമുക്ക് തോന്നില്ല. അദ്ദേഹം സാധാരണയുള്ള ഒരു വസ്ത്രമിട്ട് മാസ്കൊക്കെ ധരിച്ചാണ് അദ്ദേഹം പോകുന്നത്. പ്രത്യേകിച്ച് TV-യുടെ ആളുകളൊക്കെ പുതിയ ആളുകളായതുകൊണ്ട്, അതായത് MLA-മാരാവട്ടെ മന്ത്രിമാരാവട്ടെ എല്ലാവരും പുതുമുഖങ്ങളാണ്. വിജയ് ഒഴിച്ച് അധികം ആളുകളെയൊന്നും ആളുകൾക്ക് അറിയുണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. ഇദ്ദേഹം ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന സഹായി എന്താണ് പെട്ടെന്ന് തൊഴാനൊരു സൗകര്യം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിലെ പുരോഹിതൻ, അയ്യപ്പൻ അയ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം 4000 രൂപ ആവശ്യപ്പെട്ടു. മന്ത്രി പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എന്താ ചെയ്യണ്ടേ? അപ്പോൾ പറഞ്ഞു ഗൂഗിൾ പേ വഴി പൈസ അയച്ചു തന്നാലും കുഴപ്പമില്ല എന്ന് പറയാണ് ചെയ്തത്. ഏതായാലും മന്ത്രി പൈസ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അതിലൊരു വ്യക്തതയില്ല. എന്നാൽ പോലും മന്ത്രി മുന്നോട്ട് പോയി. അതിനുശേഷം അന്നദാനത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് മന്ത്രി മാസ്ക് ഊരുന്നത്. മാസ്ക് ഊരിയപ്പോൾ ആളുകൾക്ക് ഇത് മന്ത്രിയാണ്, ചില ജീവനക്കാർക്ക് അത് മന്ത്രിയാണ് എന്ന് മനസ്സിലായി. തുടർന്ന് ഈ വിവരമറിഞ്ഞ് ഈ പുരോഹിതനും അവിടേക്ക് ഓടിയെത്തി. ഈ ചില സുരക്ഷാ ജീവനക്കാരുടെ ഒത്താശയും ഈ പണപ്പിരിവിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മന്ത്രിയോട് മാപ്പ് അപേക്ഷിച്ച് ഇവർ കാര്യങ്ങളൊക്കെ എഴുതി വിശദീകരണമൊക്കെ നൽകി. ഏതായാലും ഇത് വലിയ വാർത്തയായി വിവാദമായതിന് പിന്നാലെ പ്രതിപക്ഷ കക്ഷികൾ വലിയ ഈ മന്ത്രിക്കെതിരെ വിമർശനമായിട്ട് എത്തി. അതായത് ഈ മന്ത്രി ഒരു ബ്രാഹ്മണനാണ്, ബ്രാഹ്മണനെ ദേവസ്വം വകുപ്പ് ഏൽപ്പിച്ചതിനെതിരെ തന്നെ ദ്രാവിഡ കക്ഷികളുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനമുണ്ടായിരുന്നു. ഒരു ബ്രാഹ്മണൻ പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ മന്ത്രി അവർക്ക് മാപ്പ് നൽകി മാത്രം വിട്ടയക്കുകയാണോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർത്തി. എന്നാൽ മന്ത്രി കാര്യത്തിൽ കൃത്യമായിട്ട് വിശദീകരണം നൽകുന്നുണ്ട്. ഒരു ബ്രാഹ്മണനായതുകൊണ്ട് തെറ്റല്ലാതാവുന്നില്ല, വിശദീകരണം എഴുതി വാങ്ങുകയാണ് ചെയ്തത്. താൽക്കാലികമായി അദ്ദേഹത്തെ ഈ പൂജാകർമ്മങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള ജോലികളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ അയ്യപ്പൻ അയ്യർ എന്ന് പറയുന്ന പൂജാരിയെ മാത്രമല്ല 2 വിമുക്ത ഭടന്മാരായിട്ടുള്ള സുരക്ഷാ ജീവനക്കാർക്കെതിരെയും നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ വിവിധയിടങ്ങളിൽ നിന്ന് സമൂഹ മാധ്യമങ്ങൾ എടുത്താൽ ഈ നിരവധി പരാതി പ്രവാഹമാണ് അവിടെ നടക്കുന്നത്. അതായത് പല ക്ഷേത്രങ്ങളിൽ ഇതുപോലെ കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും ഇതൊരു പാഠമാവട്ടെ.
ഈശ്വരന് മുന്നിൽ എല്ലാവരും ഒന്നാണ്. ഈശ്വരനെ കാണാൻ വേണ്ടി പ്രത്യേക പാസ് എടുക്കുകയോ പ്രത്യേക പണം നൽകുകയോ ഒന്നും വേണ്ട എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഓർക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രി പോയതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമൊക്കെ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി പക്ഷേ അവിടെ പൈസ അടച്ച് അവിടെ വഴിപാട് കഴിച്ച് അതിനുള്ള സൗകര്യം ഉപയോഗിച്ചാണ് ദർശനം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ളവരും ഉണ്ടായതെന്ന് പിന്നീട് അതിൻ്റെ വിശദീകരണമൊക്കെ വരികയും ചെയ്തു. ഏതായാലും മന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിൽ അത്തരത്തിൽ എന്തെങ്കിലുമാണോ മന്ത്രി ചെയ്തത് എന്നുള്ള ഒരു കാര്യമൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അങ്ങനെയല്ല, മന്ത്രി കൃത്യമായിട്ട് ഈ കള്ളത്തരം പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് വന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള മന്ത്രിമാർ സ്വാഭാവികമായിട്ടും നാട്ടിൽ ഒരു മാതൃകയാണ്. കള്ളത്തരം ചെറുക്കാൻ ഇത്തരത്തിലുള്ള സന്ദർശനം എന്തായാലും സഹായിക്കും. മന്ത്രിക്ക് ഒരു കയ്യടി നൽകേണ്ടത് തന്നെയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള കൈക്കൂലിക്കല അല്ലെങ്കിൽ കള്ളന്മാരെ പിടികൂടാൻ മന്ത്രിമാരൊക്കെ ഇങ്ങനെ ഒരു മറുവേഷം കെട്ടി ഇറങ്ങിയാൽ തന്നെ ശരിയാകൂ എന്നേ പറയാനുള്ളൂ. കാരണം തമിഴ്നാട്ടിൽ ടിവിക്ക് അധികാരത്തിൽ വന്നത് പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ചു നീക്കാനുള്ള ഈ അഴിമതിയും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ തുടച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതെന്തായാലും അങ്ങനെ തന്നെ തുടർന്നു പോകട്ടെ. വലിയൊരു കയ്യടി.